കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മളെല്ലാവരും കാത്തുകാത്തിരുന്ന ഒരു നല്ലൊരു മുഹൂർത്തമാണ്, നല്ലൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. സച്ചി അങ്ങനെ സുധീനെ പഞ്ഞിക്കിടുവാണ്. പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞ് അച്ഛൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ട് കടന്നുപോയ സുധീനെ കണ്ടു കഴിയുമ്പോൾ സച്ചി വെറുതെ വിടുവോ? വീട്ടിലേക്ക് കയറി വന്നു കഴിയുമ്പോഴത്തേനും അവനെ പഞ്ഞിക്കിട്ട് അവനെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളാ. അതോടൊപ്പം തന്നെ രേവതിയുടെ കാല് പിടിക്കുന്നുണ്ട് സുധി വന്നിട്ട്. അതൊക്കെയാണ് നാളെ കാണാൻ പോകുന്ന ഒരു അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു, നാണം കെട്ട് വീണ്ടും ചന്ദ്രമതിയുടെ കൂടെ വീട്ടിലേക്ക് കയറി വരുവാണ് സുധിയെ. ഇച്ചിരിയെങ്കിലും നാണം ഉണ്ടായ ഒരു കാരണവശാലും കയറി വരില്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ എന്ത് ചെയ്യുവാണ്? രവീന്ദ്രൻ അവനെ വീട്ടിൽ കയറ്റാനായിട്ട് സമ്മതിക്കുന്നില്ല. അവരോട് പറഞ്ഞു, നിനക്ക് ഇങ്ങോട്ട് കയറാനുള്ള യാതൊരു അർഹതയില്ല, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, എനിക്ക് നിന്നെ കാണണ്ട, നിന്നെപ്പോലൊരു മോനില്ലെന്നൊക്കെ പറയാണ്. അവസാനം ചന്ദ്രമതി പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ പറയണത് രവിയേട്ടാ, അവൻ നിങ്ങളുടെ മോനല്ലേ, പേരക്കകത്തേക്ക് ഏറ്റ്, ഇല്ലെങ്കിൽ അവൻ എങ്ങോട്ട് പോവാനാന്ന് ചോദിക്കണം. എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, എങ്ങോട്ട് വെള്ളം പോകട്ടെ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാ. അവസാനം ഇങ്ങനെ രവീന്ദ്രൻ പറഞ്ഞൊരു കാര്യം ചെയ്യട്ടെ, ഇനി ഇവനകത്ത് കയറണമെങ്കിൽ രേവതിയോട് അനുമതി മേടിക്കട്ടെ, രേവതിയോട് മാപ്പ് പറയട്ടെ, മാപ്പ് പറഞ്ഞാൽ ഇവിടെ അകത്ത് കയറട്ടോ എന്ന് പറയാണ്. അങ്ങനെ രേവതിയെ നോക്കുവാണ് സുധി. നോക്കിക്കഴിയുമ്പോൾ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അവസാനം സുധിക്ക് മനസ്സിലായി രേവതി ഒന്നും പറയാൻ പോകുന്നില്ല, താൻ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ കാറ് വന്ന് നിൽക്കുന്നത്. സച്ചി ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധി നിൽക്കുന്നതാണ്. സച്ചി ഒന്നും മിണ്ടിയില്ല. വന്ന പടി നടയടി എന്ന് പറഞ്ഞൊരു അടിയായിരുന്നു. ചെവിക്കാരനെ നോക്കി ഓർന്ന് സുധിയുടെ കൊടുക്കുന്നത്. എന്നിട്ടാണ് പിന്നീട് അവൻ സംസാരിക്കാൻ നോക്കുന്നത്. എടാ നായ, നിനക്ക് നാണമില്ലേടാ, ഇങ്ങോട്ട് വീണ്ടും കയറി വരാനായിട്ട്? കല്യാണത്തിന്റെ അന്ന് മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിപ്പെട്ട് നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നെന്ന് ചോദിച്ചു തലങ്ങും വിലങ്ങും അവനെ അടിക്കണം. ഇതൊക്കെ കണ്ട് കൈ കെട്ടി നിൽക്കുകയാണ് രവീന്ദ്രന്. രേവതി അരങ്ങിയില്ല. ചന്ദ്രമിത അയ്യോ പൊത്തോന്ന് പറഞ്ഞ് കിടന്ന കാറുമാണ്. എടാ സച്ചി, അവനൊന്നും ചെയ്യില്ലടാ, നിന്റെ ചേട്ടനല്ലടാ, പാവല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻ എന്റെ ചേട്ടന് കൊള്ളാം, നല്ല കഥയെ, ഇവനെ ചേട്ടനായിട്ട് എന്നെ കാണുന്നേ ഇല്ല, അല്ലെങ്കിൽ ഇവൻ എന്നെ അനിയനായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ലോ. പിന്നെ എന്താ, ഇവൻ എന്ന് ഈ വീട്ടിലേക്ക് കയറി വന്ന് അന്ന് തുടങ്ങിയ കഷ്ടകാലം ഇവന്. അല്ലെങ്കിലും ഇവൻ ചെയ്യുന്ന തെറ്റുകൾക്കല്ല എന്നും ക്രൂശിലേറ്റുന്ന എന്നെ അല്ലായിരുന്നോ? ചെറുതിലേ മുതൽ അങ്ങനെയല്ലായിരുന്നോ? വലുതായിക്കുമ്പോൾ അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇവന് 50 ലക്ഷം കൊണ്ട് പൊങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ, അതിന്റെ പേരിലാണ്ട് എനിക്കൊരു ട്രോഫിയും കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. രേവതിനെ നോക്കുവാണ്. രേവതിക്ക് ആ പടം സങ്കടമായിപ്പോയി. സച്ചി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവനെ ഒളിച്ചോടി പോയതുകൊണ്ടാണ് എനിക്ക് രേവതിയുടെ കഴുത്തി താലി ആർത്തേണ്ടി വന്നത്. എന്റെ ജീവിതം കൂടെ ഇവൻ നശിപ്പിച്ച് ഇവനെ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അടിക്കുവാണ്. ചന്ദ്രമതി പറഞ്ഞു, അത് രവിയേട്ട ഒന്ന് പറ, അവനോട് തല്ലില്ലെന്ന് പറഞ്ഞ തല്ലി അവൻ ചത്തുപോകുന്നൊക്കെ പറയുന്നുണ്ട്. തല്ലട്രി, അവന്റെ ദേഷ്യം തീരുവാണം, തല്ലട്ടെ, അങ്ങനെ അവൻ ചത്തുപോകണം, നല്ല കാര്യമല്ലേ. എന്തിനാണ് ഇങ്ങനൊരു മകന്? നാണം കെട്ട് വീണ്ടും വലിഞ്ഞു കയറി വന്നേക്കുന്നു. അവനവന്റെ ദേഷ്യം മൊത്തം തീർക്കട്ടെ, ഞാൻ ഇതിനകത്ത് ഇടപെടത്തേ ഇല്ലെന്ന് പറയാണ്. ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റില്ല. ചന്ദ്രമതിന് മുന്നിൽ സുധിയെ തല്ലിടുന്ന കാണുമ്പോഴത്തേന് ചന്ദ്രമതി ഇടയ്ക്കേക്ക് കയറുന്നുണ്ട്. സച്ചി അതൊന്നും മൈൻഡ് ചെയ്തില്ല. എടേച്ചു, നീ എന്തിനാടാ വീണ്ടും ഇങ്ങോട്ട് വന്നേ? നിനക്ക് ആ പോയ വഴി പോയാ പോരായിരുന്നോ? നാണം കിട്ടും, പിന്നെ നിന്നെ ആരുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഏതോ വലിയ വീട്ടിലെ പെണ്ണിന്റെ കൂടെ നീ പുറത്തേക്ക് പോയിട്ട് എന്ത് പറ്റി? അവിടെ എന്ത് ചെയ്യടാ, അവളില്ലാതെയാണ് നീ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അതെന്തേലും വേട്ടെ, നീ വരുവോ പോകുന്ന എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല. ആ പൈസ എവിടെ? എന്റെ അച്ഛൻ 10-40 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കി പണവാ. ഒറ്റ ദിവസം കൊണ്ട് നീ നിന്റെ കാമുകിയും കൂടെ അടിച്ചുകൊണ്ട് പോയത്. ആ പണം എവിടെ? എനിക്ക് ആ പണം കിട്ടണമെന്ന് പറയണം. പെട്ടെന്ന് സുധി ഒന്നും മിണ്ടിയില്ല. എടാ നിന്നോടാ ചോദിച്ചാൽ പണം എവിടെയെന്ന്. ചന്ദ്രമതി പറഞ്ഞ പണം എൻ്റെ കയ്യിൽ ഇല്ലാന്ന്. പണം അവൻ്റെ കയ്യിൽ ഇല്ലേ? അത് കൊള്ളാലോ, 50 ലക്ഷം രൂപ അവൻ ഇത്രയും ദിവസം കൊണ്ട് അവൻ പൊടിച്ചു തീർത്തോ? പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ അതല്ല അതിലപ്പുറം ചെയ്യും. പൈസക്ക് ഇവന് ഒരു വിലയില്ലല്ലോ. പൈസ കയ്യിലുണ്ടെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെയല്ലേ ഫുഡ് കഴിക്കുള്ളൂ. വീട്ടിലത്തെ ഫുഡൊന്നും അവന് പിടിക്കത്തില്ല. തട്ടുകടയിൽ നിന്ന് പോലും ഫുഡ് കഴിക്കാത്തവനാ. അപ്പൊ അവന് ഈ 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷെ പുല്ലായിരിക്കും. പക്ഷെ എന്റെ അച്ഛനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. എന്റെ അച്ഛൻ ആജീവനാന്ത കാലം ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. ആ പണം എനിക്ക് കിട്ടണം. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പണത്തിലുള്ള അവകാശം ഞാനല്ലേ. ഇപ്പൊ നിന്നെയൊക്കെ ഇത്രയും പൈസ മുടക്കി പഠിപ്പിച്ചു, പക്ഷെ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നിന്നെ പഠിപ്പിക്കാൻ തന്നെ അതിൽ കൂടുതൽ പൈസ ചെലവായിട്ടുണ്ട്. അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും കണക്ക് പ്രകാരമാണെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട പൈസ അത്. അതുകൊണ്ട് മൊത്തം വേണമെന്ന് ഞാൻ പറയുന്നില്ല, പകുതി പൈസയെങ്കിലും എനിക്ക് കിട്ടണമെന്ന് പറയാം. പിന്നെ നീ നഷ്ടപരിഹാരം കൊടുക്കണം ഇവൾക്ക്. രേവതിക്ക് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയാലല്ലേ നീ, അപ്പൊ ഇവൾക്ക് നഷ്ടപരിഹാരം കൂടെ കൊടുക്കണം. ആ തുകയും കൂടെ കൂട്ടി ഒരു നല്ലൊരു എമൗണ്ട് ഇങ്ങോട്ട് തരാൻ പറയുവാണ്. സുധി പറഞ്ഞു, എന്റെ പൈസ ഇല്ലെന്ന്. പൈസ ഇല്ലേ, വെറുതെ അഭ്യാസം ഇറക്കില്ലടാന്ന് പറയാണ്. അതെ, പൈസയും കൊണ്ട് ഞാൻ സ്നേഹിച്ച പെണ്ണ് പോയെന്ന് പറയണം.
എടാ നിന്റെ നമ്പരൊന്നും എൻ്റെ അടുത്ത് വേണ്ട, എനിക്കറിയാം നിന്നെ ഞാൻ മനസ്സിലാക്കിയത്തോളം ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇനി അടുത്ത നമ്പറുമായിട്ട് വന്നാണ്ടല്ലോ നിന്റെ കാരണം അടിച്ചു പോയിക്കൊന്ന് പറയാൻ മാത്രമല്ല വീണ്ടും ഒരായിട്ട് അടിക്കുവാണ്. രേവതി രേവതി ഇത് കണ്ടോണ്ട് അനങ്ങാൻ നിൽക്കുവാണ്. ചന്ദ്രമതി പോയി രവീന്ദ്രനോട് പറഞ്ഞു, രവിയേട്ട ഒന്ന് പിടിച്ചു മാറ്റാം, അല്ലെ അവൻ ചത്തുപോകുന്നു പറയാണ്. പക്ഷെ അതൊന്നും കേൾക്കാത്ത പാതി ഇങ്ങനെ അനങ്ങാൻ നിൽക്കുവാണ് രവീന്ദ്രന്. എനിക്ക് എന്റെ പൈസ കിട്ടണം, ഇല്ലാന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യുവാണ്, സുധീർ നമ്മൾ കൈ കൂപ്പിന്ന് പറയാ, ഇല്ല പൈസ ഇല്ലാന്ന് പറയണ. അവസാനം രവീന്ദ്രൻ പറയാ, അവനെ വിട്ടാര് സച്ചി, അവന്റെ ഈ പണം ഇല്ലാന്ന് പറയാ. അച്ഛൻ എന്തായി പറയണേന്ന് ചോദിക്കുവാണ്. സത്യ പറയണേ, ഞാൻ അവനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ലോഡ്ജിൽ. അവിടെ ചെന്നപ്പോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭാഗ്യമില്ലാത്ത അവസ്ഥ നിൽക്കുമായിരുന്നു അവന്. അവന്റെ അമ്മ എവിടുന്ന് അവന് ഫുഡ് കൊണ്ടേ കൊടുത്തോണ്ടിരുന്നേ, അതിനുള്ള പൈസ പോലും ഇല്ലടാ. ദൈവം തമ്പുരാൻ നമ്മളെ അവൻ ചതിച്ചു കഴിയുമ്പം ദൈവം തമ്പുരാൻ അവനിട്ടൊരു പണി കൊടുത്തു. അവൻ സ്നേഹിച്ച പെണ്ണ പണം കൊണ്ട് പോയെന്ന് പറയണ. എന്താ അച്ചാച്ചനീ പറയണേന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞത് ശരിയാ സച്ചി, ഇനി അവനെ തല്ലിന്ന് പറഞ്ഞാൽ ആ പണം ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം. സച്ചിക്ക് ഇത് കേട്ടപ്പത്തിനും കൂടി ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിശ്വസിച്ച് എന്റെ അച്ഛൻ അധ്വാനിച്ചിട പൈസ നീ കൊണ്ട് കളഞ്ഞിട്ട് വരൂല്ലടാ നായെന്ന് ചോദിച്ചോണ്ട് സുധീനെ ഇങ്ങ് പിടിച്ച് വലിക്കുകയാണ്. എന്നിട്ട് ആ പുറത്തേക്ക് കൂടെ തള്ളുവാണ്. തള്ളിയിട്ട് എന്ത് ചെയ്യണം, ആ ഗേറ്റിന്റെ കീയും കൂടി എടുത്തോണ്ട് ഗേറ്റ് അങ്ങോട്ട് പൂട്ടി. ആരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ലായിരുന്നത്. സുധി പുറത്ത് തുറക്കുന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി എന്ത് ചെയ്തു, ആ കീയും കൊണ്ട് മുറിയിലേക്ക് പോവാണ്. മുറിയിലേക്ക് പോയിട്ട് കഥ കടിച്ചതിനകത്തിരുന്നു. ചന്ദ്രമതി, സച്ചി കഥവ് തുറക്കടാ, കീ താടാ, ഞാൻ അവനെ ഒന്ന് അകത്തേക്ക് ഏറ്റെടുന്ന് പറയാണ്. സുധി അവിടെ കിടന്ന്, അമ്മേ എന്നെ ഒന്ന് അകത്തേക്ക് ഏറ്റമ്മേ, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നാണക്കേട് അമ്മേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലമ്മേ, അകത്തേക്ക് കിടക്കെന്ന് പറഞ്ഞുകൊണ്ട് സുധി അവിടെ കിടന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മൈൻഡാക്കുന്നില്ലായിരുന്നു സച്ചി അകത്ത് തന്നെ ഇരിക്കുവോ. അവസാനം ചന്ദ്രമതി കഥകയെ മുട്ടിയിട്ട് വന്ന്, സച്ചി നിന്റെ അമ്മയാടാ പറയണ, നീ കഥ ഒന്ന് തുറക്കടാ, അവനെ ഒന്ന് അകത്തേക്ക് കേറ്റടാ, എന്ത് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടല്ലോ, അവൾ തെറ്റ് ചെയ്ത് തന്നെ ചെയ്തേ, ഞാനാ സമ്മതിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദ്രോഹിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കാല് പിടിക്കാൻ തുടങ്ങുവാണ്. പക്ഷെ സച്ചി എന്താണെങ്കിലും വിട്ടുകൊടുത്തില്ല. സച്ചി കഥവ് തുറന്നില്ല. സച്ചി കഥവ് തുറക്കാതെ അതിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് സുധീരെ പിടിച്ച് തള്ളി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അടിച്ചങ്ങ് വിട്ടിച്ചപ്പോ നേരെ രേവതിയുടെ കാലിച്ചോട്ടിലേക്കായിരുന്നു സുധി വന്ന് വീണത്, മാപ്പ് അപേക്ഷിക്കുന്ന പോലെ. പെട്ടെന്ന് രേവതി കാല് വലിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു നിമിത്തം പോലെ അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധി രേവതിയുടെ കാലിലേക്ക് വന്ന് വീണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയാണ് ആകെപ്പാടം നല്ല ദേഷ്യത്തിന്റെ കലിപ്പിൽ വരിയിരിക്കുന്നത്. എന്ത് കാണിച്ചാലും ഇവന് മാപ്പ് കൊടുക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു രേവതി നിന്നത് തന്നെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നിവർത്തി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയുടെ കടച്ചിൽ കാണാൻ വയ്യാതെ കീ കൊടുക്കുന്നുണ്ട്. പക്ഷെ കീ ഒക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റി കഴിയുമ്പോഴത്തേനും ഒരു യമണ്ടൻ കാര്യമൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. ആ കാര്യം അംഗീകരിച്ചാൽ മാത്രം നിന്നെ വീട്ടിലേക്ക് കയറ്റോളം എന്നൊക്കെ. അപ്പൊ അതെന്താന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഇതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാം കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.